വിസ്മയ മോഹൻലാലിന്റെ തുടക്കം സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊരു ടോപ്പിക്ക് ചെയ്യണമെന്ന് തോന്നിയത് കേട്ടോ. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. സെൽഫ് ഡിഫെൻസ് പെൺകുട്ടികൾക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് സെൽഫ് ഡിഫെൻസ് എത്രത്തോളം ആവശ്യമാണ്, എന്തുകൊണ്ട് പഠിക്കണം? നമ്മൾ മിക്കവാറും നമ്മുടെ പെൺകുട്ടികളോട് പറയാറുള്ളതാണ് അല്ലെ, മോളെ ഒറ്റയ്ക്കൊന്നും ദൂരെ എവിടെയും പോവരുത് കേട്ടോ, ആരെയും വിശ്വസിക്കരുത് കേട്ടോ, വൈകുന്നേരം പുറത്തു പോകരുത് കേട്ടോ, അല്ലെ? ശരിയല്ലേ? നമ്മൾ മിക്കവാറും നമ്മളെ പെൺകുട്ടികളോട് പറയുന്നത് നേരത്തെ വരണട്ടോ, ഒത്തിരി വൈകരുത് കേട്ടോ. പക്ഷെ ഒരു ചോദ്യം ചോദിക്കട്ടെ, അപകടം വരാതിരിക്കാൻ സൂക്ഷിക്കണം എന്ന് മാത്രം നമ്മൾ ഈ പറഞ്ഞ് പഠിപ്പിച്ചാൽ മതിയോ? അപകടകരമായ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണം എന്നും കൂടെ നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടതല്ലേ? ആണ്. ഇവിടെയാണ് നമ്മളുടെ സെൽഫ് ഡിഫെൻസിന്റെ പ്രസക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത് ഒരാളുമായിട്ട് അടിപിടി നടത്താനുള്ള ഒരു പരിശീലനമൊന്നും അല്ല കേട്ടോ. അപകട സാഹചര്യം തിരിച്ചറിയാനും അതിൽ നിന്ന് രക്ഷപ്പെടാനും സഹായം തേടാനും ആവശ്യമെങ്കിൽ മാത്രം സ്വയം സംരക്ഷിക്കാനും പഠിക്കുന്ന ഒരു ജീവിത നൈപുണ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഇതൊരു അധിക കഴിവൊന്നും അല്ല എന്ന് പറയാം. പക്ഷെ എന്താണ്, ആത്മവിശ്വാസത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ മിക്ക അച്ഛനമ്മമാരും പറയുന്നത് എന്താ, സെൽഫ് ഡിഫെൻസ് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കരാട്ടെ പഠിപ്പിക്കണം. അത് നല്ലൊരു മാർഗമാണ്. പക്ഷെ സെൽഫ് ഡിഫെൻസ് അതിൽ ഒതുങ്ങുന്ന കാര്യമൊന്നല്ല. ഒരു കുട്ടി ആദ്യം മനസ്സിലാക്കേണ്ട എന്താണെന്നറിയോ, എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവകാശം എനിക്കുണ്ട്, അല്ലെ? അതിപ്പോ ഏത് ഒരു പരിചയക്കാരനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അയാൾക്ക് കുട്ടിയുടെ പേഴ്സണൽ സ്പേസ് ലംഘിക്കാനുള്ള അവകാശമൊന്നും ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ നിർബന്ധിച്ചാൽ നോ എന്ന് പറയാനുള്ള അവകാശം കുട്ടിക്കുണ്ട്. ആവശ്യമെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോകാം, വിശ്വസിക്കുന്ന ഒരാളോട് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു സഹായം തേടാം. അപ്പൊ അതുകൊണ്ട് സെൽഫ് ഡിഫെൻസിന്റെ ആദ്യ പാഠം ഫൈറ്റ് ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ. ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അപകടത്തെ നമ്മൾ തിരിച്ചറിയുക എന്നതാണ്. ഓക്കെ, ഈ സെൽഫ് ഡിഫെൻസ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താ അറിയാമോ? പെൺകുട്ടികൾ ചില സാഹചര്യങ്ങളിൽ നേരിടുന്ന ഹറാസ്മെന്റ്, സ്റ്റോക്കിംഗ്, അൺവാണ്ടഡ് ടച്ചിങ്, ഓൺലൈൻ അബ്യൂസ് തുടങ്ങിയ പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ കൂടുതൽ ബോധവൽക്കരണം പെൺകുട്ടികൾക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് പെൺകുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ ചില ബേസിക് സ്കിൽസ് പഠിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. എക്സാമ്പിൾ എന്താ വെച്ചാല്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പം സറൗണ്ടിങ്സ് എല്ലാം ശ്രദ്ധിക്കുക, പരിചയമില്ലാത്ത ആളുകളോട് പേഴ്സണൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാതിരിക്കുക. ഇനി എന്താ പറയുക, അസാധാരണമായിട്ടൊരു പെരുമാറ്റം ആരിൽ നിന്നെങ്കിലും നമുക്ക് തോന്നിയാൽ അതിനെ ഇഗ്നോർ ചെയ്യാതിരിക്കുക. ഇനി അതുപോലെ ആരെങ്കിലും നമ്മളെ ചേസ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയാൽ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് പോവുകയല്ല വേണ്ടത്, ആളുകളുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി എന്നിട്ട് ഇതെല്ലാം പറയേണ്ടത് ആരോടാണ്? നമ്മളുടെ അച്ഛനമ്മമാരുടെ അടുത്തോ, നമ്മളുടെ ടീച്ചേഴ്സിന്റെ അടുത്തോ, അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ആരോടെങ്കിലും ഇതിനെപ്പറ്റി പറയുക. ഇങ്ങനെ ഒരു സന്ദർഭം വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കും. ഓക്കെ, സെൽഫ് ഡിഫെൻസ് പഠിപ്പിക്കുമ്പോൾ അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഭയം ഉണ്ടാക്കാൻ പാടില്ല, ബോധമാണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, പുറത്തിറങ്ങിയാൽ അപകടമാണ് എന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ആരെയും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നല്ല പറയേണ്ടത്. പെൺകുട്ടികൾക്ക് ലോകം സുരക്ഷിതമല്ല അങ്ങനെയുമല്ല പറയേണ്ടത്. കുട്ടികളെ ഭയപ്പെടുത്തി വളർത്തുക എന്ന് പറയുന്നത് ശരിയായ ഒരു രീതിയല്ല. പകരം നമ്മൾ എന്താണ് പറയേണ്ടത്? ലോകത്ത് നല്ല ആളുകളുമുണ്ട്, മോശം ആളുകളുമുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധാലുക്കളായിട്ടിരിക്കണം. എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്നോട് പറയണം, നിന്നെ ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. ഈ വാക്ക് എന്ന് പറയുന്നത് കുട്ടിക്ക് വലിയൊരു പ്രൊട്ടക്ഷനാണ് നൽകുന്നത്. കാരണം എന്താ വെച്ചാല്, ചില അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പല കുട്ടികളും ആദ്യം ഭയപ്പെടുന്നത് എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞാൽ അച്ഛനും അമ്മയും എന്നെ കുറ്റപ്പെടുത്തുമോ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ തന്നെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മളുടെ മക്കളുമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടാക്കുക എന്നുള്ളത് പ്രത്യേകം അച്ഛനമ്മമാര് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. സെൽഫ് ഡിഫെൻസ് പഠിപ്പിക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? യുവർ ബോഡി ബിലോങ്സ് ടു യു. ശരീരത്തിന്റെ അതിരുകൾ എന്താണെന്ന് കുട്ടികൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ ബോഡി ബൗണ്ടറീസ് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം. ആരാണ് തൊടുന്നത് എന്നതിനേക്കാൾ എങ്ങനെ തൊടുന്നു, എന്തിനാണ് തൊടുന്നത്, അത് കുട്ടിക്ക് കംഫർട്ടബിൾ ആണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടിക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയേണ്ടത് നോ എന്നാണ്. ഇല്ലെങ്കിൽ അവിടെ നമുക്ക് മാറാം, ഇല്ലെങ്കിൽ നമുക്ക് ഉച്ചത്തിൽ സംസാരിക്കാം, ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്കൊരു ഹെൽപ്പ് നേടാം.
ആ വ്യക്തി ഇനി ഒരു പരിചയക്കാരനാണെങ്കിൽ പോലും അയാൾ നമ്മുടെ ബന്ധു അല്ലേ എന്നല്ല പറയേണ്ടത്, അല്ലെങ്കിൽ അവള് നമ്മുടെ പരിചയക്കാരി അല്ലേ എന്നല്ല പറയേണ്ടത്. അത് കുട്ടിയുടെ ഡിസ്കംഫർട്ടിനെ നമ്മൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കംഫർട്ടിനെ അവഗണിക്കാൻ പാടില്ല. കുട്ടി എന്തെങ്കിലും അസാധാരണമായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചോദിക്കേണ്ടത് നിനക്ക് എന്താണ് സംഭവിച്ചത്, അല്ലാതെ നീ എന്തിനാ അവിടെ പോയത്, എന്തിനാന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പോകണ്ടെന്ന്. അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലല്ല നമുക്ക് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ. ഇതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഫിസിക്കൽ സെൽഫ് ഡിഫെൻസിന്റെ ട്രെയിനിങ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പക്ഷെ പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ളത് കൊടുക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കേട്ടിട്ടില്ലേ തൈക്വോണ്ടോ, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ, ഇല്ലെങ്കിൽ ക്ഷമിക്കണം. കരാട്ടെ, ജൂഡോ, ബോക്സിംഗ് പോലുള്ള ആ ഒരു ട്രെയിനിങ് ഒക്കെ നമ്മുടെ ശരീരക്ഷമതയും ഡിസിപ്ലിനും കോൺഫിഡൻസും ഒക്കെ വർദ്ധിക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. സെൽഫ് ഡിഫെൻസ് പഠിച്ചാൽ കുട്ടി ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യണം എന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. വേണ്ടടുത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപകടം തോന്നിയാൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപകടം തോന്നിയാൽ എന്ത് ചെയ്യണം? സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറുക, ആളുകളുടെ ശ്രദ്ധ നേടുക, സഹായം തേടുക. എസ്കേപ്പ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ എസ്കേപ്പ് ആണ് ഏറ്റവും നല്ല ഡിഫെൻസ്. നമ്മൾ ഈ സെൽഫ് ഡിഫെൻസിന്റെ ട്രെയിനിങ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ എന്ന് ഫൈറ്റിംഗ് എന്നല്ല അതിന്റെ അർത്ഥം. ആദ്യമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപകടം തോന്നിയാൽ തന്നെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കുക, സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുക, ആളുകളുടെ ശ്രദ്ധ നേടുക, സഹായം തേടുക. എസ്കേപ്പ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ എസ്കേപ്പ് ആണ് ഏറ്റവും നല്ല ഡിഫെൻസ്. അല്ലാതെ നമ്മൾ ഫിസിക്കൽ ട്രെയിനിങ് കഴിഞ്ഞു, ഫിസിക്കൽ ടെക്നിക്സ് ഒക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ എടുത്തു ചാടി ഇടിച്ച് അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഫിസിക്കൽ ടെക്നിക്സ് അവസാനത്തെ മാർഗമായിട്ട് മാത്രം ആവശ്യമായ പരിശീലനത്തോടെയും സുരക്ഷിതമായ ഒരു സാഹചര്യത്തിലുമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി അടുത്ത് അറിയേണ്ടത് നിങ്ങൾ ഡിജിറ്റൽ സെൽഫ് ഡിഫെൻസ് ആണ്. ഇന്നത്തെ കാലത്ത് സെൽഫ് ഡിഫെൻസ് എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ മറക്കാതിരിക്കുക. ഡിജിറ്റൽ സെൽഫ് ഡിഫെൻസ് എന്താണ്? ഡിജിറ്റൽ സെൽഫ് ഡിഫെൻസ് മക്കൾക്ക് അപകടം വരുന്നത് എല്ലായ്പ്പോഴും റോഡിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തു നിന്നോ ആവണമെന്നില്ല. സോഷ്യൽ മീഡിയ വഴി നമ്മളുടെ മക്കൾക്കെതിരെ നല്ലൊരു ഹറാസ്മെന്റ് വരാം. അപരിചിതരയക്കുന്ന മെസ്സേജസ്, ഫേക്ക് ആയിട്ടുള്ള പ്രൊഫൈൽസിൽ നിന്ന് പ്രൈവറ്റ് ഫോട്ടോസ് ആവശ്യപ്പെടല്, ലൊക്കേഷൻ ചോദിക്കൽ, ത്രെറ്റ്സ് ഉണ്ടാവാം, ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാവാം. ഇതൊക്കെ കുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയണം. ഒരു സ്ട്രേഞ്ചർ ഓൺലൈനിൽ ഫ്രണ്ടായിട്ട് മാറിയാലും അയാൾ സ്ട്രേഞ്ചർ തന്നെയാണ്. അതുപോലെ പേഴ്സണൽ ഫോട്ടോസ്, പാസ്വേഡ്സ്, OTP, ലൈവ് ലൊക്കേഷൻ പോലുള്ള സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആരുമായും ഷെയർ ചെയ്യരുത് എന്ന് കുട്ടികളെ പഠിപ്പിക്കുക. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചാറ്റ് ഡിലീറ്റ് ചെയ്യുന്നതിന് മുൻപേ തന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു അഡൾട്ടിനെ അത് അറിയിക്കുക. ആവശ്യമെങ്കിൽ മാത്രം എവിഡൻസ് സൂക്ഷിക്കുകയും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലും അല്ലെങ്കിൽ ഒഫീഷ്യൽസിനെയും എല്ലാം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഓക്കെ. ഇനി അച്ഛനമ്മമാർ ചെയ്യേണ്ടുന്ന വേറൊരു കാര്യം എന്താ വെച്ചാല് സെൽഫ് ഡിഫെൻസ് ക്ലാസ്സിൽ മാത്രം കുട്ടിയുടെ സുരക്ഷ അവസാനിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. വീട്ടിലും അച്ഛനമ്മമാർ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിയെ കേൾക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്താ വെച്ചാൽ അവരുടെ ബൗണ്ടറീസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. മൂന്നാമത് എന്താണെന്ന് വെച്ചാൽ ആരെന്ത് ചെയ്താലും ഞങ്ങളോട് പറയൂ മക്കളെ എന്നുള്ള ആ ഒരു ഉറപ്പ് നൽകുക. നാലാമത്തെ കാര്യം എന്താ വെച്ചാല് എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ആരെ വിളിക്കണം, എവിടെ പോകണം, ആരോട് സഹായം ചോദിക്കണം തുടങ്ങിയ കാര്യങ്ങള് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം എന്താ വെച്ചാല് മക്കളെ എപ്പോഴും സംരക്ഷിച്ച് അവരുടെ തീരുമാനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നതിന് പകരം സ്വയം തീരുമാനിക്കാനുള്ള കഴിവ് അവരിൽ ഉണ്ടാക്കിയെടുക്കുക. കാരണം എന്താ വെച്ചാല് നമുക്ക് നമ്മുടെ മക്കളെ ജീവിതകാലം മുഴുവൻ അവരുടെ കൂടെ നിന്ന് സംരക്ഷിക്കാനൊന്നും നമുക്ക് കഴിയില്ല. പക്ഷേ സ്വയം സംരക്ഷിക്കാൻ അവരെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും, അല്ലെ? അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. നിയന്ത്രിക്കുകയല്ല വേണ്ടത്, ഒരു എംപവർ ചെയ്യുകയാണ് വേണ്ടത്. നിനക്ക് നിന്റെ ബൗണ്ടറീസ് നീ അറിയണം. നിനക്ക് തെറ്റായി തോന്നുന്ന കാര്യങ്ങളിൽ നോ പറയണം. സഹായം ചോദിക്കാൻ ഒരിക്കലും ആരോടും മടി കാണിക്കരുത്. നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അത് നിന്റെ തെറ്റല്ല, അല്ലേ? അതാ ചെയ്യുന്നയാളുടെ തെറ്റാണ്. ഇതാണ് എംപവർമെന്റ്. ഒരു പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യം കുറച്ചുകൊണ്ടല്ല നമ്മൾ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടത്. അവളുടെ അവയർനെസ്, അവളുടെ കോൺഫിഡൻസ്, അവളുടെ ഡിസിഷൻ മേക്കിംഗ്, അവളുടെ എബിലിറ്റി, ഇതൊക്കെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അവളെ സുരക്ഷിതയായിട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പൊ നമ്മൾ
നമ്മുടെ മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്, നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, നല്ല ഫുഡ് നമുക്ക് കൊടുക്കുന്നുണ്ട്, വാങ്ങിച്ചും കൊടുക്കുന്നുണ്ട്. അവർ നല്ലൊരു ജീവിതം കൂടെ നൽകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ നൽകാം. എന്താണ്? സ്വന്തം സുരക്ഷയെക്കുറിച്ചുള്ള ബോധം. നമ്മൾക്ക് മക്കളെ എപ്പോഴും കാത്തു സൂക്ഷിക്കാനൊന്നും പറ്റില്ല അല്ലെ? പക്ഷെ അവരെവിടെ ആയിരുന്നാലും അവരുടെ സ്വന്തം സുരക്ഷയെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ, പഠിപ്പിക്കാൻ നമുക്ക് പറ്റും. ശരിയല്ലേ? അത് തന്നെയാണ് നമ്മളുടെ യഥാർത്ഥ സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളോട് പറയാനുള്ളത് എന്താ വെച്ചാല്, അച്ഛനമ്മമാർക്ക് എപ്പോഴും നിങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല. ലോകത്തെ പേടിച്ചൊന്നും നിങ്ങൾ ജീവിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ലോകത്തെ മനസ്സിലാക്കി നല്ല ബോധത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കുക. നമ്മളുടെ വിസ്മയ മോഹൻലാലിന്റെ ഈ ഒരു സിനിമയാണ് ഇങ്ങനെയൊരു ടോപ്പിക് എനിക്ക് ചെയ്യണം എന്നുള്ളത് തോന്നിപ്പിച്ചിട്ടുള്ളത്. നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഇത് കാണുക. ധൈര്യമായിട്ട് സെൽഫ് ഡിഫെൻസിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാവണം നിങ്ങൾക്ക്. പറ്റുമെങ്കിൽ ഈ പറഞ്ഞ ടൈക്കോണ്ട അല്ലെങ്കിൽ ബോക്സിംഗ് അല്ലെങ്കിൽ കരാട്ടെ അല്ലെങ്കിൽ കുങ്ഫു ഇതെല്ലാം പഠിക്കാൻ തയ്യാറാകുക. പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇന്നത്തെ കാലത്ത് ഒരു സെൽഫ് സേഫ്റ്റി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ് നിങ്ങൾ പറ്റുമെങ്കിൽ പരിശീലിക്കുക. പറ്റുമെങ്കിൽ നല്ല മാക്സിമം അങ്ങനെ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് നേടാനുള്ള ശ്രമം നടത്തുക, എസ്പെഷ്യലി പെൺകുട്ടികൾ. Okay, see you in the next video. Till then, take care and bye bye. Stay safe.